വ്ളോഗായില്ലല്ലേ ഞാനേ വ്ളോഗായെന്ന് പറഞ്ഞ് വെക്കണേന്ന്. നമ്മളിപ്പോൾ നേരെ പോണത് കാട്ടിൽ പോകണാണ്. ബണ്ണൊക്കെ ആയിട്ട് ബണ്ണും പാവച്ച് കഴിക്കാൻ. വേറെ സ്പോട്ടൊന്നുമില്ല. മച്ചാനേ മലയാളീസ് ഓ മതിയാവാത്ത സന്തോഷം. ഞങ്ങൾക്ക് വരണോടി തന്നെയല്ലേ ബസ് വെച്ച് ഒരു പുള്ളിനെ കണ്ട. അപ്പോൾ പുള്ളി ഞങ്ങളുടെ ചാക്കറ്റിലുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതുപോലെ പരിപാടിയാണ്, ചായ വെക്കാൻ വേണ്ടി ഇറങ്ങിയേക്കണേ, പിന്നെ സ്ഥലമൊന്നുമില്ല, ബീച്ചിൽ ഇറങ്ങാം. അപ്പോൾ പുള്ളി ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കുളിച്ച് ഫ്രഷപ്പ് ആയി. അപ്പം തന്നെ പുള്ളിയുടെ കയ്യിലുള്ള കറിയൊക്കെ മേടിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ചരസ് കിട്ടണം. അയ്യോ ഇല്ലടാ നമുക്ക് ഇരിക്കട്ടടാ, സാധനം കാണിക്കാം. ഹായ് ബ്രദർ. ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ എല്ലാവരും കറങ്ങി എടുക്കണേ. ഫുൾ ടൂറിസ്റ്റ് ഉണ്ടോ? ബനിയൻ 3 ഇവിടുത്തെ ബനിയൻ 3 ആണ് സംഭവം. നട്ടുച്ചക്ക് നമുക്ക് ഇതിനേക്കാളും കിട്ടുന്ന സ്ഥലത്ത് പോവാം. ഇതാണ് ബനിയൻ 3. ഓ ഇത് വൈഡ് കിട്ടുന്നില്ലല്ലോ. വൈറ്റ് സ്ക്രീൻ ആണെങ്കിൽ അടിപൊളിയാണ്. എടാ നമ്മുടെ യൂട്യൂബ് ബ്ലോഗിന് ഏറ്റവും വേണ്ട ഇതാണ് വൈറ്റ് സ്ക്രീൻ. അത് നമ്മൾ കാട്ടിക്കൂടിയാണ് പോണ മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ കാട്ടിനകത്തുകൂടിയുള്ള എക്സ്പ്ലോറിങ് ആണ്. ബുള്ളറ്റിലൊരു മച്ചാനൊക്കെ വരുന്നുണ്ട് ഫ്രീക്കുള്ളി. ബുള്ളറ്റ് കഴിക്കാടാ, നമുക്ക് ഇപ്പം തന്നെ കഴിക്കാം. നമുക്കൊരു സ്ഥലത്ത് പോയിട്ടേ കഴിക്കാം. നമ്മൾ കാടിൻ്റെ ഇടയിൽ കൂടി എക്സ്പ്ലോറിങ് എന്ന് പറഞ്ഞാൽ അത് 1.5 എക്സ്പ്ലോറും ചെയ്യാൻ പോണേ കാശ്. പിന്നെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ ഓർഡർ ഇല്ലടാ ഇപ്പോൾ കുരയ്ക്കും. അപ്പോൾ അതിൻ്റെ ചെറിയ കുറവുകളുണ്ടാവും. നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. നമുക്കറിയാം നിങ്ങൾ സഹകരിക്കുമെന്ന്. ആ മരത്തിൻ്റെ അവിടെ നിന്ന് മാറിയപ്പോൾ തന്നെ നല്ല വെയിൽ. പക്ഷെ അത്രയും വെയിലില്ല കേട്ടോ ഇവിടെ. നമ്മുടെ അവിടുത്തെ പോലെ വലിയതായിട്ട് മതിലും വേലികളൊന്നും ഇല്ല ഇവിടെ. ഇതുപോലെ ചെറുതായിട്ട് വേലികളൊക്കെ സ്ഥലം തിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ സുഖമാണ്. ഇതുപോലെ ചെറിയ ചെറിയ വരമ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുക. ഇത് ഇവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് കണ്ടാ. ആദ്യം നമ്മൾ യൂട്യൂബ് വ്ളോഗ് എടുത്ത് ഫ്ലാഗ് കണ്ട ബ്ലോക്ക് ചെയ്യണേ. അസ്സലാമേ എടാ ഇനി പിടിച്ചുകൊണ്ട് നടക്കാനുള്ള മറ്റേ ക്യാമറയുടെ വടി മേടിക്കണമല്ലോ, അതും കിട്ടും. ഇവിടെ മറ്റേ കോമഡി എന്ത് വിചാരിക്കണം അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണേ. അസലു എങ്ങനെയുണ്ട് ജേണി? ഇപ്പം മുഖത്ത് സന്തോഷം വന്നില്ല നമുക്ക്? ട്രെയിനിലൊക്കെ ഞങ്ങൾ കയറിയിട്ടില്ലേ, എന്ത് ചെയ്യാന്ന് പറഞ്ഞൊരു ഐഡിയ ഇല്ല. വിശക്കുകയും ചെയ്യണം, കയ്യിൽ കാശുമില്ല. വെള്ളം പോലും കുടിക്കാണ്ട് ട്രെയിനിലിരുന്ന് വെച്ച് നേരെ വെള്ളം മേടിക്കാൻ മറന്നുപോയി. കുഴപ്പമില്ല, വെള്ളം കിട്ടണ സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നാച്ചുറൽ വെള്ളം. നമ്മ ഏതാണ്ട് പറമ്പിൽ കൂടി ആരാണ്ട പറമ്പിൽ കൂടിയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കണേ. എങ്ങാട്ടെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലത്തിലോട്ട്, നമ്മുടെ കിഡിലൻ സർപ്രൈസ് സ്പോട്ടിലോട്ടാണ് പോകണം. എൻ്റെ ഇടയിൽ തോടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പോകുന്ന വഴി. വെള്ളം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ മഴ സീസൺ അല്ലല്ലേ, മഴ സീസൺ മാറി. പക്ഷെ നാട്ടിലൊക്കെ നല്ല മഴയെന്ന്. ട്രെയിനിൽ കയറണോട്ട് എറണാകുളം കേരളം തീരണ വരെ ഫുള്ള് മഴയും കാറ്റും. ഓ എന്താണ് ഇപ്പം കുറച്ച് വെയിൽ കൊള്ളട്ടെ. ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ ഓ ഹൈ. എങ്ങനെയുണ്ട് സ്ഥലം? എറണാകുളത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് ഇതിൽ കൂടി ഇങ്ങനെയൊക്കെ പോകണത് കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്. അപ്പോൾ കുറച്ചപ്പുറത്ത് സിറ്റി വിട്ട് മാറി താമസിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ അതിശയം ഉണ്ടാവില്ല. നമുക്ക് ഇടില്ല സ്ഥലത്തോട്ടാണ്ടോ പോണ മച്ചാന്മാരെ. വീഡിയോ ചിലപ്പോൾ ലാഗൊക്കെ ആയിരിക്കും. ചെറിയ അരുവി, പിന്നെ വലിയ വൃത്തികേടില്ല കേട്ടോ ഇവിടെ. ആളുകളൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിലെ പോലെ പുഴ വൃത്തിയാക്കണ പോലെ ഒന്നുമില്ല. ചെറുതായിട്ട് പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെന്ന് മാത്രമല്ല. ഇവിടുന്ന് അയ്യോ അങ്ങോട്ട് ചാടിക്കോ. പോട്ടെ പോട്ടെ പോട്ടെ. അസിൽ നീ പോടെ ഫ്രണ്ടിൽ പോ. എനിക്ക് മറ്റേ
ഇതിന് വ്ളോഗ് എടുക്കട്ടെ. അസ്ലം ഫേമസ് ആവണാണ്. 15 വയസ്സുള്ള യൂട്യൂബ് വ്ളോഗർ അസ്ലം ഈ വർഷത്തെ മെയിൻ വ്ളോഗറായി കേരളത്തിൽ തിരഞ്ഞെടുപ്പെടുത്തുന്നു. അങ്ങനത്തെ അവാർഡ് ഉണ്ടോ? ഷോ സ്പീഡ് എന്ന് പറഞ്ഞ ഫ്രീക്കില്ലേ, രാവിലെ മറ്റേ വേൾഡിൽ തന്നെ ഫസ്റ്റ് കിട്ടി ബെസ്റ്റ് യൂട്യൂബ് വ്ളോഗർ. വഴിയൊക്കെ കണ്ടോട്ടെ. ഇവിടെ പിന്നെ എല്ലായിടത്തും ബനിയൻ ട്രീ ആണ്. നമ്മുടെ നാട്ടിൽ ആൽമരം പോലത്തെ വേറെ മരമോ, ഇതാ ബനിയൻ ട്രീ. ഓ ഹായ്, അവിടെ മെമ്മറി കാർഡ് ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടായാൽ മതിയായിരുന്നു. ഇനിയൊരു കയറ്റമാണ്. മരം എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത സ്ഥലം. ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ടെൻ്റ് അടിച്ച് ചേർന്ന സ്ഥലം. അസ്ലമേ, ഇവിടെ ഇടന്ന കഴിഞ്ഞ പ്രാവശ്യം ടെൻ്റ് അടിച്ചിരുന്നു. ഇതാ മരത്തിൻ്റെ അടിയിൽ അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പയ്യെ ഉള്ളിൽ കൂടി കയറി നേരെ ഒരു അമ്പലമുണ്ട് നടുക്കായിട്ട്. ആരംഭോളിൻ്റെ നടുക്കൊരു അമ്പലമുണ്ട്. ആ മലയുടെ പൊക്കത്തോ അമ്പലം സ്ഥിതി ചെയ്യണോ ആ മലയുടെ മുകളിലാണ്. ആ മലയുടെ മുകളിലേക്കുള്ള പോണാണ്. പക്ഷേ എന്തൊക്കെ വർത്തമാനം പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വെള്ളം പോലും മര്യാദ കുടിച്ചില്ല. എത്തിൻ്റെ സന്തോഷം ഓടി കിടക്കണേ. എങ്ങനെയുണ്ട്? നേപ്പാളൊക്കെ പോകുമ്പോഴായിരിക്കും. നേപ്പാളൊക്കെ പോകാണ്ട് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ്, ലൈക്ക് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത് സഹായിക്കണം. പിന്നെ വേറെ എന്താണ്, അതന്നെ ഷെയറൊക്കെ കേട്ടത് ഞാൻ ഈ വീഡിയോ ആണെങ്കിൽ. പിന്നെ വേറെ എന്താണ്, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. 1.5 വഴി കയറ. നല്ല കയറ്റുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണേണ്ട ഭാഗമുണ്ട്. പയ്യെ അമ്പലത്തിലേക്കുള്ള വഴി. നേപ്പാളീസാ ഇവിടെ വന്നിട്ട് പണിക്കൊക്കെ പോകാണ്ട് വെറുതെ കള്ളിച്ച് ഇറങ്ങി കിടക്കണേ. കാട്ടിൽ ജീവിതം. എല്ലാവരും കാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കിടന്നാലും ഉറക്കം വരുള്ളൂ. അടുത്തോണ്ട ഇവിടെ വെപ്പും കൂടിയ തീയൊക്കെ ഉണ്ട്. അത് നമുക്കിവിടെ ചായ ഉണ്ടാക്കണം. ഞങ്ങളുടെ ഐഡിയ ഇങ്ങനെയാണ്, നേരെ തീ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി വിൽക്കുക. ഇതൊക്കെ പിന്നെ ഫുള്ള് വഴിയാണ്. ഇതിങ്ങനെ ഇങ്ങനെ ഇറങ്ങി പിന്നെ പോവാം. ഇപ്പോൾ വന്നാൽ കുത്തനെ കയറ്റമാണ്. മച്ചാമാരെ ഇവിടെ കുത്തനെ കയറ്റമായതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് ഓടിക്കയറാൻ പറ്റില്ല. പിന്നെ ഇതേ അടുത്ത മരം ബനിയൻ ട്രീ. അസല് ഓടിക്കയറി. ഇത് നൈസാണ്. നീ ഒറ്റയ്ക്ക് കയറി എക്സ്പീരിയൻസ് ചെയ്യേണ്ട. നോക്കിക്കോ, വ്യൂ നോക്കിക്കേ, കയറിക്കോ. ഞാൻ വ്ളോഗ് ചെയ്യണോടാ. നമുക്ക് ഇന്ന് എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ചിരുന്നുണ്ട്. ഇത് ആദ്യത്തെ വീഡിയോ ആണ്, 1ാമത്തെ വീഡിയോ. എങ്ങനെയുണ്ട് അമ്പലം? പയ്യ വ്യൂ ഒക്കെ കാണിച്ചു തരാം. ഇസ്ലാമേ, അതിന് വിശന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അതിന് ഫുഡ് അടിക്കാൻ.